സഹോദരങ്ങളെ, നീ തകർന്നു പോകുവാൻ, ഇല്ലാതായി തീരാൻ കാത്തു നിൽക്കുന്നവരുടെ മുമ്പിൽ ദൈവം നിനക്കായിട്ട് ഒരു വിശാലമായ വാതിൽ തുറക്കും. നിങ്ങളുടെ കണ്ണുനീരോടുകൂടെയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നറിയുക. ആകയാൽ ഭയപ്പെടരുത്, നിരാശപ്പെടുകയും അരുത്. ദൈവം നിങ്ങൾക്കായിട്ട് സകലതും കരുതും. ദൈവം നിനക്കായിട്ട് അത്ഭുതങ്ങളെ ചെയ്യും. ദൈവം നിങ്ങൾക്കായിട്ട് വലങ്കരം നീട്ടും. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്നേഹമേറിയ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. പ്രത്യേകിച്ച് ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന പാലക്കാടുള്ള ബിനു ബ്രദറിനെയും കുടുംബത്തെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ കുടുംബത്തെ ഞങ്ങളുടെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം മുഴുവൻ ദൈവത്തിൻ്റെ ഫേവർ കൊണ്ട് കവർ ചെയ്യേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പോൾ തന്നെ ആയുസ്സും ആരോഗ്യവും ഉയർച്ചയും നന്മകളും സമാധാന അന്തരീക്ഷവും എല്ലാം ഈ കുടുംബത്തിൽ വാഴട്ടെ എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സകല വിഷയത്തിനും അത്ഭുതകരമായ മറുപടി ഉണ്ടായി വരട്ടെ. ബിനു ബ്രദറിൻ്റെ പേരൻസിനെയും കൂടെ ഈ അവസരത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരും ദൈവത്താൽ മാന്യരായി തീരട്ടെ. അങ്ങനെ എല്ലാ നിരകളിലും ഈ കുടുംബത്തിൽ ദൈവത്തിൻ്റെ കരുതൽ ഉണ്ടായി വരട്ടെ എന്ന് അങ്ങയുടെ നാമം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മയുടെ നാമത്തിൽ പാലക്കാടായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾ ഏറ്റവും മാന്യരായി തീരാൻ പോകുകയാണ്, അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോകുകയാണ്. ഈ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങളുടെ സ്നേഹിതന്മാരോടും കൂടെ അറിയിക്കുക. ഫേസ്ബുക്ക് പേജിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയൊക്കെ നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഈ ശുശ്രൂഷ കേട്ടതിന് ശേഷം, പങ്കെടുത്തതിന് ശേഷം നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും കൂടെ ഞങ്ങളുടെ സന്ദേശം ഒന്ന് കൈമാറിക്കാട്ടെ. അവരും ദൈവത്താൽ മാന്യരായി തീരട്ടെ. വളരെ പ്രതീക്ഷയോടുകൂടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. വളരെ പ്രതീക്ഷയോടെ ആയിരിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ ദൈവത്തിന് നിങ്ങളോട് ഹൃദ്യമായി സംസാരിപ്പാനായിട്ടുണ്ട്, ഇടപെടാനായിട്ടുണ്ട്. ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായിട്ട് നിങ്ങളുടെ നടുവിൽ ഓടിയെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൂതുകൾ, സന്ദേശം ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളിലേക്ക് ഞങ്ങൾ കൈമാറാനായിട്ട് പോകുകയാണ്. ഇന്നത്തെ ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ദൈവത്തിന് സകലതും സാധ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ലൂക്കോസ് സുവിശേഷം 1:37 ശ്രദ്ധിച്ചാലും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. നമ്മുടെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് അറിയുക. പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇനി ശ്രദ്ധിച്ചാട്ടെ. 63-ാമത്തെ വയസ്സിൽ 2 സ്ത്രീകൾ പ്രസവിച്ചതായിട്ട് ഗിന്നസ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1994 ഇറ്റലിയിലെ റോസന്ന സെല്ല കോർച്ചേസും 1996 കാലിഫോർണിയയിലെ ആർച്ചലിയുമാണ് 63-ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. എന്നാൽ ഏറ്റവും പ്രായം ചെന്ന് പ്രസവിച്ചതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് 2005 റുമേനിയയിൽ 66 വയസ്സുള്ള ഒരു സ്ത്രീയെ പറ്റിയാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. കൃത്രിമാബീജ സങ്കലനം വഴിയുണ്ടായ ആ കുഞ്ഞിനെ സിസേറിയനിലൂടെ പുറത്ത് എടുക്കുകയുണ്ടായി. ഇതൊക്കെയും ഇന്നത്തെ ലോക റെക്കോർഡുകൾ ആണെങ്കിലും ബൈബിളിൽ 90 വയസ്സുള്ള ഒരു സ്ത്രീ ആരോഗ്യവാനായ ഒരു കുഞ്ഞിനെ സാധാരണ നിലയിൽ ജന്മം കൊടുത്തിരിക്കുന്ന സത്യം നിങ്ങൾക്ക് അറിവുള്ളതാണ്. 1898 BC-യിൽ 100 വയസ്സുള്ള അബ്രഹാമിൻ്റെ ഭാര്യ, അവർക്ക് ദൈവം നൽകിയ വാഗ്ദത്ത പ്രകാരം അതിശയകരമായി ഇസഹാക്കിന് ജന്മം കൊടുക്കുവാനിടയായി തീർന്നു. സഹോദരങ്ങളെ, വേദപുസ്തകം പഠിക്കുന്ന സമയത്ത് ഇത് വലിയൊരു
അത്ഭുതമായിട്ട് ഇന്നും നമ്മുടെ മുൻപിൽ ഇത് നിലകൊള്ളുകയാണ്. അതാണ് ഉൽപ്പത്തി പുസ്തകം 18:14 വായിക്കുന്നത്. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? 2 ആണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, സാറയ്ക്ക് ഒരു മകനുണ്ടാകും എന്ന് അരുളി ചെയ്തു. യിരെമ്യാ പ്രവചനം 32:17 ശ്രദ്ധിച്ചാട്ടെ. അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. ശ്രദ്ധിച്ചാട്ടെ, നിന്റെ മഹാശക്തി കൊണ്ട്, നമ്മുടെ ദൈവത്തിന്റെ മഹാശക്തി കൊണ്ട്, നീട്ടിയ ഭുജം കൊണ്ട് ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. അടുത്ത സെന്റൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. സഹോദരങ്ങൾ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് അറിയിക്കാനുള്ള ഒരേ ഒരു ദൂത്, നമ്മുടെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. തനിക്ക് സകലതും സാധ്യമാണ്. അങ്ങനെ വായിച്ചു വരുമ്പോൾ 27-ാമത്തെ വാക്യം കൂടെ നോക്കുക. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? പുറപ്പാട് പുസ്തകം 34:10 ഞാൻ നിന്നോട് ചെയ്യുവാനിരിക്കുന്നത് ഭയങ്കരമായുള്ളത് തന്നെ എന്ന വചനവും. മത്തായി സുവിശേഷം 19:26 യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലതും സാധ്യമെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, മനുഷ്യർക്ക് പലതും അസാധ്യമായിട്ട് ഈ ദിവസങ്ങളിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ദൈവത്തിന് സാധ്യമെന്നറിയുക. ഇന്ന് ഈ സന്ദേശത്തിലൂടെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, ഈ എപ്പിസോഡിലൂടെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അനേക ഭവനങ്ങളോട് അറിയിക്കാനുള്ള ദൈവത്തിൻ്റെ ആലോചന എന്ന് പറയുന്നത്, നിങ്ങളുടെ വിഷയത്തെ പരിഹരിക്കാൻ ദൈവം മതിയായവൻ തന്നെ. അതായത് എത്ര വലിയ പ്രതികൂലമാണെങ്കിലും പ്രതിസന്ധിയാണെങ്കിലും ഇനി ഒരിക്കൽ പോലും തിരികെ വരികയില്ലെന്ന് ശത്രു വിധി എഴുതി തള്ളിയത് ഇതാ ദൈവത്താൽ സാധ്യമായി തീരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്നും അവിടുന്ന് പ്രവർത്തിക്കാനായിട്ട് പോകുന്നു. മർക്കോസ് വിശേഷം 9:23 യേശു അവനോട് നിന്നാൽ കഴിയും എങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലതും കഴിയുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആ പ്രതലത്തിലാണ് ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നത്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ലെന്നൊക്കെ എബ്രായ ലേഖനത്തിൽ നാം വായിക്കുകയാണ്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു? ആ വിശ്വാസത്തിനനുസരണമായി സ്വർഗസ്ഥനായ ദൈവം വഴിയും വാതിലും നിങ്ങൾക്കായി തുറക്കാൻ പോകുന്നു. മർക്കോസ് 10:27 യേശു അവരെ നോക്കി, മനുഷ്യർക്ക് അസാധ്യം തന്നെ, ദൈവത്തിന് അല്ല താനും, ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മുടെ ദൈവത്തിന് സകലതും സാധ്യമാണ്, അപ്പോൾ തന്നെ മനുഷ്യർക്ക് അസാധ്യമാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് എന്താണ് ഈ ദിവസങ്ങളിൽ ആവശ്യമായിരിക്കുന്നത്? നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഇന്നത്തെ ദിവസം അവൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നാട്ടെ. ഒരുപക്ഷെ രോഗസൗഖ്യമായിരിക്കാം, കടഭാരം മാറുന്ന വിഷയമായിരിക്കാം, തലമുറകളുടെ വിഷയങ്ങളായിരിക്കാം, ഭാവിപരമായിട്ടുള്ള വിഷയങ്ങളായിരിക്കാം, പ്രതികൂലത്തിൻ്റെ നടുവിൽ വഴി തുറക്കാനായിട്ടായിരിക്കാം, വലിയ പർവ്വത സമാനമായി നിൽക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം. സ്വർഗസ്ഥനായ ദൈവത്തിന് നിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുന്നു. അത്യുന്നതനും ഭയങ്കരനുമായ ദൈവം, സർവശക്തനും കരുണാസമ്പന്നനും ആകുന്നു. നമ്മുടെ ദൈവമാരാണ്? അവൻ സർവശക്തിയുള്ളവൻ മാത്രമല്ല, അവൻ കരുണാസമ്പന്നനാണ്. ആയതിനാൽ ദൈവത്തോട് വിശാലമായിട്ട് ചോദിക്കാൻ മടിക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് വയ്ക്കരുത്. ദൈവത്തോട് ചോദിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ വിശാലമായിട്ട് തന്നെ ചോദിക്കുക.
പ്രാർത്ഥിക്കുക. ഒരു അതിര് വച്ചാണ് ഇത്രയും കാലം നിങ്ങൾ ദൈവത്തോട് ചോദിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ വിശാലമായിട്ട് ചോദിക്കുക. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ കൂടുള്ളവരും കൂടെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിശാലമായി ചോദിക്കാൻ മടിക്കരുത്. നിങ്ങൾ അവകാശികൾ ആയതിനാൽ അവകാശത്തോടുകൂടെ ചോദിക്കുക. സഹോദരങ്ങളെ, നിങ്ങൾ മക്കളാണ്, അവകാശികളാണ്. അതുകൊണ്ട് എങ്ങനെ ചോദിക്കണം? അവകാശികൾ ആയതിനാൽ അവകാശ ബോധത്തോടുകൂടെ ചോദിക്കുക. നമ്മുടെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറ്റാതെ ഇരിക്കുകയില്ല. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ, കണ്ണുനീര് മാറ്റാതെ ഇരിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്നവൻ ആണെന്നും കണ്ണുനീർ തുടയ്ക്കുന്നവൻ ആണെന്നും മുട്ട് തീർക്കുന്നവൻ ആണെന്നും വേദവാക്യങ്ങൾ നിരത്തി, ദൈവഭക്തന്മാരുടെ അനുഭവങ്ങൾ നിരത്തി നിങ്ങൾ പഠിക്കണം. വേദപുസ്തകം പഠിക്കുമ്പോൾ ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവൻ എൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമാണ്. എൻ്റെ മുട്ടവൻ തീർക്കുന്ന ദൈവമാണ്. ഇങ്ങനെയുള്ള അനുബന്ധമായിട്ടുള്ള വേദവാക്യങ്ങൾ നിരത്തി, ദൈവഭക്തന്മാരുടെ അനുഭവങ്ങൾ നിരത്തി പഠിക്കണം. ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം ജനിക്കാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് ഞങ്ങൾ ശക്തമായിട്ട് ആലോചന അറിയിക്കുന്നു. ഈ മാറ്റമില്ലാത്ത വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം ജനിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം ഉരുവാകുകയാണ്. നിങ്ങളിൽ വിശ്വാസത്തിന്റെ പ്രതലത്തിന് വിശാലത ഉണ്ടാകുകയാണ്. എപ്പോഴാണ്? ഈ വിശ്വാസത്തിന്റെ വചനം കേൾക്കുമ്പോൾ, ഈ വചനം കേൾവിയാൽ നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസത്തിന് ചിറക് മുളയ്ക്കുവാൻ ഇടയായിത്തീരും. പലപ്പോഴും നിങ്ങളുടെ അതിരിനെ ചെറുതാക്കി പരിമിതപ്പെടുത്തി കളഞ്ഞത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ അതിരിനെ ചെറുതാക്കി കളഞ്ഞത് നിങ്ങൾ തന്നെയാണ്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുമാനമെടുത്താട്ടെ, എൻ്റെ അതിരിനെ ഞാൻ വിസ്താരപ്പെടുത്തി ദൈവത്തോട് വിശാലമായി ചോദിക്കുമെന്ന് ഇന്നത്തെ എപ്പിസോഡിൽ ആർക്ക് തീരുമാനമെടുക്കാൻ കഴിയും? നിങ്ങളുടെ പഴയ കാലത്ത് കുറച്ചുകൂടി ദൈവത്തോട് അവകാശം പറഞ്ഞിരുന്നു എങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നു. ഒരു 5 വർഷത്തിനു മുന്നമേ, 10 വർഷത്തിനു മുന്നമേ, 15 വർഷത്തിനു മുന്നമേ, 20 വർഷത്തിനു മുന്നമേ നിങ്ങളുടെ പഴയ കാലത്ത് കുറച്ചുകൂടി ദൈവത്തോട് അവകാശങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് കുറച്ചുകൂടെ അനുഗ്രഹിക്കപ്പെടാമായിരുന്നു. സാരമില്ല, സമയങ്ങൾ തീർന്നു പോയിട്ടില്ല. ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള അവസരമാണ്. ഞാൻ പറയുന്ന പോയിന്റുകൾ അനേക പ്രിയപ്പെട്ടവർ ലോകത്തിന്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് അതെല്ലാം ദീർഘവർഷങ്ങളായിട്ട് നോട്ട്ബുക്കിൽ കുറിച്ചു വെക്കുന്നു എന്ന് കേട്ടതിലൊക്കെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയപ്പെടുന്ന ആലോചനകളൊക്കെ നിങ്ങൾ ബുക്കിനകത്ത് കുറിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അനുഗ്രഹമായി തന്നെ തീരും. നമ്മുടെ ദൈവം കരുതുന്നവനാണെന്ന് അറിയുക. അതുകൊണ്ട് എൻ്റെ അവിശ്വാസത്താൽ എൻ്റെ അതിരിനെ ഞാൻ തന്നെ ചെറുതാക്കി കളയുകയില്ല എന്ന് പറയണം. തീരുമാനമെടുക്കണം. എന്താണ് തീരുമാനമെടുക്കേണ്ടത്? എൻ്റെ അവിശ്വാസത്താൽ എൻ്റെ അതിരിനെ തന്നെ ഞാൻ തന്നെ ചെറുതാക്കി കളയത്തില്ല എന്ന് തീരുമാനമെടുക്കണം. ഇന്നത്തെ എപ്പിസോഡിൽ ഇന്ന് തീരുമാനമെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെ യബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ, വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭക്തന്മാർ ദൈവത്തോട് പ്രാർത്ഥിച്ചതൊക്കെയും ദൈവം അവർക്ക് നൽകിക്കൊടുത്തു എങ്കിൽ ഇന്ന് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി എത്ര അധികമായിട്ട് അവൻ നൽകിത്തരാൻ ഇടയായിത്തീരും. അതുകൊണ്ട് തുടരെ പറയണം, യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. എന്താണ് പറയേണ്ടത്? എൻ്റെ ദൈവത്തിൻ്റെ വലങ്കരം
അത് ഉയർന്നിരിക്കുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ കരം താഴ്ന്നിരിക്കുകയല്ല, എൻ്റെ ദൈവത്തിൻ്റെ കരം ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലം, എൻ്റെ ദൈവത്തിൻ്റെ കരം വീര്യം പ്രവർത്തിക്കുന്നു എന്ന് തുടരെ തുടരെ പറയണം. ശാപത്തിൻ്റെ വാക്കുകൾ മാറ്റിവെച്ചിട്ട് തുടരെ തുടരെ പറയണം. ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ കരം ഉയർന്നിരിക്കുകയാണ്. ഞാൻ ആരാധിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ വലങ്കരം വീര്യം പ്രവർത്തിക്കും എന്ന് തുടരെ തുടരെ പറയാനായിട്ട് ഇടയായിത്തീരണം. ദൈവത്തിൻ്റെ കരത്തെപ്പറ്റി വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പോകുകയാണ്, ചിന്തിക്കാൻ പോകുകയാണ്. എന്നാണ് ദൈവത്തിൻ്റെ കരത്തെപ്പറ്റി വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഒന്ന്, നീട്ടിയ കൈ എന്ന ദൈവത്തിൻ്റെ കരത്തെപ്പറ്റി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. രണ്ടാമത് ഒരു പദമുണ്ട്, കുറുകാത്ത കൈ എന്ന ഒരു പദം നമുക്ക് ദൈവത്തിൻ്റെ കരത്തെപ്പറ്റി പഠിക്കുമ്പോൾ കാണാൻ കഴിയും. മൂന്ന്, അവൻ്റെ ഭുജം എന്ന് ദൈവത്തിൻ്റെ കരത്തെപ്പറ്റി മറ്റൊരു ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കൈ അവൻ്റെ സർവശക്തിയെ കുറിക്കുകയാണ്. ദൈവത്തിൻ്റെ കരത്തെപ്പറ്റി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോഴൊക്കെ അവൻ്റെ സർവശക്തിയെപ്പറ്റി അതെല്ലാം അങ്ങനെ അത് ഉദ്ദേശിച്ചാണ് ദൈവത്തിൻ്റെ കരം എന്നൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിൽ കാണാനായിട്ട് ഇടയായി തീരുന്നത്. ആവർത്തനം 2:15 ശ്രദ്ധിച്ചാട്ട്, അവർ മുടിഞ്ഞു തീരും വരെ യഹോവയുടെ കൈ അവരെ പാളയത്തിൽ നിന്ന് നശിപ്പിപ്പാൻ തക്കവണ്ണം അവർക്ക് വിരോധമായിരിക്കുന്നു. കർത്താവിൻ്റെ കൈ എൻ്റെ മേൽ വന്നു എന്ന വാചകത്താൽ, അങ്ങനെ ദൈവത്തിൻ്റെ കരം, കർത്താവിൻ്റെ കൈ എൻ്റെ മേൽ വന്നു എന്നുള്ള പല സെന്റൻസുകൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രവാചകൻ പരിശുദ്ധാത്മാവ് അവനെ പ്രേരിപ്പിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി യഹോവയുടെ കൈ, ദൈവത്തിൻ്റെ കൈ എന്നൊക്കെ പല പദപ്രയോഗങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യെഹെസ്കേൽ പ്രവചനം 8:1 ശ്രദ്ധിച്ചാട്ടെ, 6-ാം ആണ്ട് 6-ാം മാസം 5-ാം തീയതി ഞാൻ വീട്ടിൽ ഇരിക്കുകയും യഹൂദ മൂപ്പന്മാർ എൻ്റെ മുമ്പിൽ ഇരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയായ കർത്താവിൻ്റെ കൈ എൻ്റെ മേൽ വന്നു എന്ന് കാണുകയാണ്. അവിടെയും കർത്താവിൻ്റെ കൈ എൻ്റെ മേൽ വന്നു എന്ന പദം നമ്മൾ കാണുകയാണ്. യഹോവയുടെ കൈ, എസ്രാ 7:6. ഈ എസ്ര ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ നൽകിയ മോശയുടെ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രി ആയിരുന്നു. അവൻ്റെ ദൈവമായ യഹോവയുടെ കൈ അവന് അനുകൂലമായിരിക്കയാൽ രാജാവ് അവൻ്റെ അപേക്ഷയൊക്കെയും അവന് നൽകി. ഇനി യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം നോക്കിക്കേ. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല. ഇനി 29-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാട്ടെ, അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയത്തില്ല. നമ്മുടെ ദൈവത്തിൻ്റെ കരത്തിൽ നാം സുരക്ഷിതരായി ഇരിക്കുമ്പോൾ, നമ്മുടെ ദൈവത്തിൻ്റെ ഭുജത്തിൻ്റെ കീഴിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, സാത്താന്യ ശക്തികൾക്ക് നമ്മെ അവൻ്റെ കരത്തിൽ നിന്ന് പിടിച്ചു പറിക്കാൻ കഴിയത്തില്ലെന്ന് ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ശക്തമായിട്ട് ഞങ്ങൾ ദൈവത്തിൻ്റെ സന്ദേശം അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം അവൻ്റെ കരത്തിൽ സുരക്ഷിതരായിട്ടിരിക്കുകയാണ്. നാം അവൻ്റെ ഭുജത്തിൽ സുരക്ഷിതരായി തുടരുകയാണ്. അവൻ്റെ കരത്തിൽ നിന്ന് പിടിച്ചു പറിക്കാൻ, അവൻ്റെ അനുവാദം കൂടാതെ പിടിച്ചു പറിക്കാൻ കഴിയത്തില്ല. ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ശത്രുവിന് നമ്മളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല എന്ന് ഇന്ന് ഈ സന്ദേശത്തിലൂടെ നിങ്ങളോട് അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭാവിയെക്കുറിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഒരു വലിയ പ്രതികൂലം വരാൻ പോകുന്നു എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന, ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേക ഭവനങ്ങളോട് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്, സഹോദര സഹോദരി, നീ കർത്താവിൻ്റെ കരത്തിൽ സുരക്ഷിതമായി നിൽക്കുകയാണ്, തുടരുകയാണ്. നിന്നെ അവൻ്റെ കരത്തിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ഒരു ലോകത്തുള്ള ഒരു ദുഷ്ടശക്തിക്കും കഴിയത്തില്ലെന്ന് ഇന്ന് അനേക ഭവനങ്ങളെ നോക്കി ഞാൻ ആലോചനയായിട്ട് വിളിച്ചറിയിക്കട്ടെ. ഈ പറയപ്പെടുന്ന
കാര്യങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ സംരക്ഷണത്തെ സൂചിപ്പിക്കുകയാണ്. എല്ലാവരിലും വലിയവൻ പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയത്തില്ല എന്ന് പറയുമ്പം ദൈവത്തിൻ്റെ സംരക്ഷണത്തെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ഭവനത്തിന് ചുറ്റും ദൈവത്തിന് സംരക്ഷണമുണ്ട്. നമ്മുടെ വാഹനത്തിന് ചുറ്റും ദൈവത്തിന് സംരക്ഷണമുണ്ട്. നമ്മുടെ തലമുറകൾ സ്കൂളിൽ പോകുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ടെന്നറിയുക. മേഘത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട്. അതുപോലെ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട്. നാം എവിടെയൊക്കെ ചെന്ന് പാർത്താലും അവിടെയെല്ലാം ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ടെന്നറിയുക. വേദപുസ്തകം നമുക്കത് ഉറപ്പ് നൽകി തരികയാണ്. നിങ്ങൾ ഒരുപക്ഷെ ഇന്ന് ചുറ്റുവട്ടത്ത് നടക്കുന്ന പല അപകടങ്ങളെ കണ്ട് നിങ്ങൾക്ക് പുറത്തു പോലും ഇറങ്ങാൻ കഴിയാതെ ആ നിലയിൽ നിങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ ഇടപെടുന്ന ഭാരപ്പെടേണ്ട. ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കീഴിൽ നിങ്ങൾ ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ എപ്പിസോഡിലൂടെ നിങ്ങൾക്കൊരു ആത്മബലം ഉണ്ടാകണം, ഒരു ധൈര്യം ഉണ്ടാകണം. ന്യായസ്ഥങ്ങളിൽ എതിരാളി വലത്തുഭാഗത്ത് നിൽക്കുമെന്ന് സങ്കീർത്തനം 109:6 രേഖപ്പെടുത്തിയിരിക്കുന്നു. 109 സങ്കീർത്തനം 6 വാക്യം എടുത്തൊന്ന് നോക്കണം. സെക്കറിയ പ്രവചനം 3:1 നോക്കിക്കേ. സംരക്ഷിക്കുന്നവരും വലത്തുഭാഗത്ത് നിൽക്കുന്നവരും ആ സംരക്ഷണത്തെ പറ്റി അവിടെ പറഞ്ഞിരിക്കുക. 109 സങ്കീർത്തനം 31 വാക്യം ശ്രദ്ധിച്ച്, അവൻ എളിവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു. നമ്മുടെ ദൈവം പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി ഒരു നല്ല അഡ്വക്കേറ്റായിട്ട് നിലകൊള്ളുകയാണ്. പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി അവൻ സദാകാലവും സദാനേരത്തും നമുക്ക് വേണ്ടി അവൻ വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ആ കരത്തെപ്പറ്റി ധ്യാനിക്കുകയും ചിന്തിക്കുകയും അതിനനുസരിച്ച് വിശ്വാസത്തോടെ മുന്നേറണമെന്ന് അനേക ഭവനങ്ങളോട് ആലോചനയായിട്ട് അറിയിക്കുന്നു. ഇന്ന കാര്യം ചെയ്താൽ എനിക്ക് പരാജയമുണ്ടാകുമോ? ധൈര്യത്തോടെ പ്രാർത്ഥിച്ചിറങ്ങുക. ദൈവത്തിൻ്റെ ആലോചന പ്രകാരം മുൻപോട്ട് യാത്ര ചെയ്യുക. ദൈവത്തിൻ്റെ കരം നിങ്ങളോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ സംരക്ഷണം നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്താൽ ഇന്ന സ്ഥലത്തോട്ട് പോയി ഞാൻ എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരു സംരക്ഷണം കിട്ടുമോ എന്ന് ഭാരപ്പെടുന്നവരുണ്ട്. എന്നാൽ പരിശുദ്ധാത്മ ഇടപെടുന്നു. ധൈര്യമായിട്ട് ഇറങ്ങുക. ദൈവത്തിൻ്റെ സംരക്ഷണം നിന്റെ കൂടെയുണ്ട്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. നമ്മുടെ രക്ഷിതാവ് സ്വർഗപിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കും. ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുന്നു. 110 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കാം. ശത്രുക്കളെ പാദപീഠമാക്കുവോളം എൻ്റെ വലത്തുഭാഗത്തിരിക്കായെന്നും. റോമാലേഖനം 8:34 കൂടെ നോക്കുക. ശിക്ഷ വിധിക്കുന്നവനാർ? ക്രിസ്തുവേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും. അടുത്ത സെന്റൻസ്, അവൻ പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ദൈവം ആരാണെന്നറിയാമോ? നമ്മളെ സംരക്ഷിക്കുന്നു, നമുക്ക് വേണ്ടി എല്ലാം കരുതി വച്ചിരിക്കുന്നു. നമുക്ക് വേണ്ടി അവൻ ഇന്നും അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിത്തരാൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് അവൻ ഇന്നും നമുക്കായിട്ട് ഉയരങ്ങളിൽ വസിക്കുകയാണ്. യേശുക്രിസ്തു ആരാണ്? അവൻ ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. നമുക്ക് വേണ്ടി അവൻ മരിച്ചു, അതിനുശേഷം അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി, നമ്മളെ സംരക്ഷിക്കാൻ, നമുക്ക് വേണ്ടി അവിടുന്ന് ഫേവർ ചൊരിയാൻ വേണ്ടിയിട്ട് പിതാവിൻ്റെ വലത്തുഭാഗത്തായിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് ഞങ്ങൾ ഈ എപ്പിസോഡിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേക ഭവനങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ധൈര്യമായിട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചിന്തിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറാകുക. ഗ്ലോറി ടു ഗോഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഡോക്ടർ മാർട്ടിനി പ്രതാപൻ. ഞാൻ കോട്ടയത്ത് നിന്നുള്ളൊരു ഡോക്ടറാണ്, ഹോമിയോ ഡോക്ടറാണ്. എനിക്ക് അനേക സമയങ്ങളിൽ ജോലി മേഖലകൾ
ഓപ്പൺ ആകാതെ ഇരുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. കുറച്ച് നാളുകളായിട്ട് ഞാൻ അങ്ങനെ വളരെ വിഷമിച്ചിരുന്നപ്പോഴാണ് ബിജു ബ്രദറോട് വിളിക്കുകയും തുടർച്ചയായി പ്രാർത്ഥിക്കുകയും ചെയ്തു. കർത്താവ് വഴി നടത്തുമെന്നുള്ള വലിയ ദൈവിക ആലോചന എൻ്റെ മേൽ എപ്പോഴും പകരുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ ഒരു ജോലി. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഇപ്പോൾ ആലപ്പുഴ ഹോംകോയിൽ എന്നെ സൂപ്പർവൈസർ ഡോക്ടറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവനാമത്തിനും ഒരുപാട് കർത്താവിന് നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച ബ്രദറിനും ടീമിനും നന്ദി പറയുന്നു. ഇനി നിങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുകയാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ. നിങ്ങൾക്കൊരു ഭവനമായിരിക്കാം ആവശ്യമായിരിക്കുന്നത്, സാമ്പത്തികമായിട്ട് നിങ്ങൾക്കൊരു ഉയർച്ച നിങ്ങൾക്ക് ആവശ്യമായിരിക്കാം, അല്ലെങ്കിൽ മക്കളുടെ അഡ്മിഷനായിരിക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ മുമ്പിലെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയും. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഞാൻ നേരത്തെ പ്രസ്താവിച്ച പോലെ നമ്മുടെ ദൈവത്തിന് സകലതും സാധ്യമാണ്. നമ്മുടെ ദൈവം സകലത്തെയും നിർമ്മിച്ചവൻ, ഉരുവാക്കിയവൻ. നമ്മുടെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. അസാധ്യമല്ലാത്തവൻ്റെ കരങ്ങളിൽ ഇന്ന് നമ്മുടെ വിഷയത്തെ, നിങ്ങളുടെ വിഷയത്തെ അവൻ്റെ മുമ്പിലേക്ക് നമുക്ക് ഒരുമിച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ്. പ്രാർത്ഥിക്കാൻ പോലും പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ കരം ഈ ജനത്തിന് അനുകൂലമായി മാറട്ടെ. ആരാണ് ഈ ദിവസങ്ങളിൽ വിദേശ രാജ്യത്തേക്ക് ജോലിക്കായിട്ട് പോകാൻ ആഗ്രഹിച്ചു നിൽക്കുന്നത്? യേശു കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഈ അവസരത്തിൽ നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ പോകുന്ന പട്ടണത്തിൽ നിങ്ങൾ ദൈവത്തിൽ മാന്യരായി തീരട്ടെ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾ സാമ്പത്തികമായിട്ട് നിങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട നിലവാരത്തിൽ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പനിയാൽ ഭാരപ്പെടുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കുക എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ സൗഖ്യമാകാം. അടിക്കടി മൂക്കിൽ നിന്ന് രക്തം വരുന്നവർ ആരാണ്? ഇപ്പോൾ അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യം നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. മൂത്രത്തിൽ കല്ല് നിമിത്തമായിട്ട് അതിഭയങ്കര വേദനയാൽ കഷ്ടപ്പെടുന്നവർ ആരാണ്? യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷ നിമിത്തമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ലൈവ് പ്രോഗ്രാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അത്ഭുത സൗഖ്യം നിങ്ങളിൽ സംഭവിക്കുകയാണ്. അതുപോലെ തന്നെ ചുമച്ച് തുപ്പുന്ന നേരത്ത് രക്തം വരുന്ന അവസ്ഥ ആർക്കാണുള്ളത്? ഈ ശുശ്രൂഷ നിമിത്തം നിങ്ങളിൽ വലിയൊരു അത്ഭുതം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വയറുകടി നിമിത്തമായിട്ട് ക്ലേശപ്പെടുന്നവരാരാണ്? അവൻ്റെ അടിപ്പിണരാൽ വിടുതൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഒന്നും തന്നെ കഴിക്കാൻ കഴിയാതെ ആയിരിക്കുന്നു. അപ്പോൾ തന്നെ വായ്ക്കകത്ത് ഇങ്ങനെ തൊലി ഇങ്ങനെ പോകുന്ന അവസ്ഥ, അവിടെയെല്ലാം ചുമന്നിരിക്കുന്ന അവസ്ഥ ആർക്കാണ്? യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവൻ്റെ അടിപ്പിണരാൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ ഇപ്പോൾ ആ കുടുംബങ്ങളെയൊക്കെ നോക്കി ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. പ്രതികൂലത്തിലായിരിക്കുന്നവർക്ക് സമാധാന അന്തരീക്ഷം ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഷ്ടതയിൽ ആയിരിക്കുന്നവർ ഇപ്പോൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ എല്ലാ ജനത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. സഹോദരങ്ങളെ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ വീണ്ടും കണ്ടുമുട്ടും വരെയും അത്യുന്നതന്റെ ചിറകിൻ മറവിൽ നമ്മെ ഓരോരുത്തരെയും കർത്താവ് സംരക്ഷിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലസ് യു.